ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. കസാട്ട കേക്കാണ്. കസാട്ട ഐസ്ക്രീം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? എന്നാൽ കസാട്ട കേക്ക് ഒന്ന് കഴിച്ചു നോക്കൂ. അമേസിങ് ടേസ്റ്റ് ആണ്. ഈ ഒരു കേക്ക് ഓവനുള്ളവർക്കും ഇല്ലാത്തവർക്കും ബീറ്ററുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ഒരേപോലെ ഉണ്ടാക്കാം. നമ്മുടെ കസാട്ട കേക്ക് ഉണ്ടാക്കാനായിട്ട് 3 ഫ്ലേവറിലുള്ള കേക്ക് നമുക്ക് ആദ്യം ഉണ്ടാക്കണം. അപ്പോൾ അതിനുവേണ്ടി ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ. നമ്മളിപ്പം സ്ക്വയർ ഷേപ്പിലുള്ള ട്രേയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. 3 എണ്ണം ഒരേപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് 6 ഇഞ്ച് വരുന്ന ഒരു ബേക്കിംഗ് ട്രേയിലാണ്. അതിൽ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് ഒരു പീസ് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് വെക്കുന്നുണ്ടേ. നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദയാട്ടോ എടുക്കുന്നത്. 1 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml ഒരു കപ്പാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടെ ചേർത്ത് ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റി വെക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടട്ടെ. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ട ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം. മുട്ട എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. പിന്നെ മിക്സിയുടെ ജാറിലാണെങ്കിലും ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. അപ്പോൾ മാത്രമേ നന്നായിട്ട് പതഞ്ഞു വരുള്ളൂ. പിന്നെ നാടൻ മുട്ട എടുക്കാതിരിക്കുകയാണ് നല്ലത്. മുട്ടയുടെ ഒരു ചെറിയ സ്മെല്ല് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ച് പതപ്പിക്കാം. ഇനി അതിലേക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് നല്ല ഹൈ സ്പീഡിലിട്ട് തന്നെ അടിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് അടിച്ച് പതഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ ടെക്സ്ചറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മെൽറ്റഡ് ബട്ടർ ആയാലും മതി. അതോടെ ഒഴിച്ച് ലോ സ്പീഡിലിട്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസില്ലേ, മൈദയുടെ മിക്സ് ഇട്ട് കുറേശ്ശെയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ടൈറ്റ് ആയിരിക്കും കേട്ടോ ബാറ്റർ. കുഴപ്പമില്ല, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്കിത് 3 ഫ്ലേവറിലാക്കി എടുക്കണം. അപ്പം ഞാനിത് 3 ബൗളിലേക്ക് മാറ്റുകയാണ്. ഏകദേശം ഒരേ അളവിൽ അങ്ങ് ഒഴിച്ചു വയ്ക്കാം. ഇനി നമ്മൾ ആദ്യത്തെ ബൗളിലേക്ക് പിസ്താഷ്യോൻ്റെ മിൽക്ക് മിക്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 3 ഡ്രോപ്പ് മാത്രം ഒഴിച്ചു കൊടുക്കാം. അധികം ആവേണ്ട. അപ്പോൾ അതൊരു എസൻസിൻ്റെ കുത്തൽ വരും. നമ്മൾ ഷെയ്ക്കൊക്കെ അടിക്കാൻ വാങ്ങിക്കുന്ന മിക്സ് ഇല്ലേ, ഇതിന് വളരെ കുറഞ്ഞ റേറ്റ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിൽ ചേർക്കുന്നത് വിനീഗറാണ്. 1/4 ടീസ്പൂണിൻ്റെ പകുതി ഭാഗം മാത്രം ഒഴിച്ചാൽ മതി. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കളർ ചേർക്കുന്നുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ ഈ മിക്സ് കളർ കിട്ടാൻ വേണ്ടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു എസൻസിൻ്റെ ഫ്ലേവർ കൂടുതൽ വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കളർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു ലൈറ്റ് കളർ തന്നെ മതിയെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ, കാണാനൊരു ഭംഗി വേണ്ടേ. അതോടെ ചേർത്ത് മിക്സ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഓവൻ സെറ്റപ്പ് നല്ല ചൂടായിരിക്കുന്ന ഓവൻ സെറ്റപ്പാണ്. അതിലേക്ക് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. ഒരു 15 മിനിറ്റ് ആകുമ്പം തുറന്ന് നോക്കണേ. ഓവനിലാണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റ്സ് തന്നെ വെക്കാം. ടൈം ഓവനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഒരു 15 മിനിറ്റ് ആയപ്പോൾ തന്നെ നല്ല കേക്കിൻ്റെ മണം വരുന്നുണ്ട്. എടുക്കുന്നതിന് മുമ്പ് ഒന്ന് കുത്തി നോക്കണം. കുറച്ചൊന്ന് ഡാർക്ക് കളറായി പോയിട്ടുണ്ട് കേട്ടോ. അതിന് മുമ്പേ തന്നെ എടുക്കാം. നമുക്ക് തീ ഒരു ഇച്ചിരി കൂടി പോയിട്ടുണ്ടായിരുന്നു. ഒന്നും പറ്റിപ്പിടിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് എടുക്കാം. ഇനി നമ്മളിത് എടുത്ത് തണുക്കാനായിട്ട് വെക്കേണ്ട. കാരണം എന്ന് വെച്ചാൽ അടുത്ത ട്രേ വെക്കണ്ടേ. ഓവനിലാണെന്നുണ്ടെങ്കിൽ 3 ട്രേ ഒരേ സൈസിലുണ്ടെങ്കിൽ ഒരുമിച്ചെടുത്ത് വെച്ചിരുന്നാൽ മതി. പിന്നെ നമ്മുടെ ഓവൻ സെറ്റപ്പിലും അങ്ങനെ വെക്കാം കേട്ടോ, ചെറിയ ട്രേ ആണെന്നുണ്ടെങ്കിൽ. ഇത് പക്ഷേ കൊള്ളില്ലല്ലോ, ഇതിൻ്റെ സൈസ് വലുതല്ലേ. അതുകൊണ്ടാണ് 3 പ്രാവശ്യമായിട്ട് വെക്കുന്നത്. നമുക്ക് ബട്ടർ പേപ്പർ അങ്ങ് മാറ്റി കൊടുക്കാം. അതേ ട്രേ ഒന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്ത ബാറ്ററിലേക്ക് സ്ട്രോബെറിയുടെ മിക്സാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒരു 3-4 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ഇളം ചൂട് പാലും 1/4 ടീസ്പൂണിൻ്റെ പകുതി വിനീഗറും കൂടെ ചേർത്ത് മിക്സ് ആക്കി എടുക്കാം. കളറിന് വേണ്ടി കുറച്ചൊരു ബേബി പിങ്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ഡ്രോപ്പ് മാത്രം ചേർത്താൽ മതി, കാരണം ഇതിന് ഓൾറെഡി കളറുണ്ട്. നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് സ്ക്യൂർ വെച്ചൊക്കെ ഒന്ന് ഇളക്കി എയർ ബബിൾസൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഓവൻ സെറ്റപ്പ് ഓഫ് ആക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. അത് ആദ്യത്തത് എടുക്കാനാവുമ്പോഴത്തേക്ക് നമുക്ക് ബാറ്ററൊക്കെ മിക്സ് ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എടുത്ത ഉടനെ തന്നെ അടുത്തത് ഒഴിച്ചങ്ങ് വെക്കാമല്ലോ. 15 മിനിറ്റ് ആയില്ല, അതിന് മുമ്പ് തന്നെ കേക്ക് നല്ല മണം വരുന്നുണ്ട്. നമുക്ക് തുറന്ന് സ്ക്യൂർ വെച്ചൊന്ന് കുത്തി നോക്കാം. ആയിട്ടുണ്ട്, നമുക്കിനി എടുക്കാം. അതും അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്കതങ്ങ് എടുത്തങ്ങ് മാറ്റാം. ബട്ടർ പേപ്പർ വെച്ചുകൊണ്ട് പെട്ടെന്ന് ഇളകി ഇങ്ങ് വന്നോളും. കമത്തിയിട്ട് ബട്ടർ പേപ്പർ അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി അടുത്ത ബാറ്ററിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് ബദാം മിക്സ് ആണ് കേട്ടോ. ബദാം മിക്സ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും. അതൊരു 4-5 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാലും വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ലാസ്റ്റ് ഇത്രയും സമയം നമ്മൾ ബാറ്റർ വെച്ചതുകൊണ്ട് 1/4 ടീസ്പൂൺ വിനീഗറാണ് കേട്ടോ ഇതിൽ ചേർക്കുന്നത്.
ഇല്ലെങ്കിൽ നമുക്ക് ഏത് ഫ്ലേവറാണോ വേണ്ടത് അതൊക്കെ ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പം 3 മാത്രമേ കാണിക്കുന്നുള്ളൂ. 4 ചേർക്കണേ 4 ചേർക്കാം. ഇഷ്ടമുള്ള ഫ്ലേവേഴ്സൊക്കെ മിക്സ് ചെയ്യാം. മാംഗോൻ്റെ ഫ്ലേവർ ഉണ്ടാകും, റോസ് ഫ്ലേവർ ഉണ്ടാകും, ഏത് വേണേലും എടുക്കാം. അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതാ നമ്മുടെ ബേക്കിംഗ് ട്രേ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ബട്ടർ പേപ്പറൊക്കെ കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിലേക്ക് ബാറ്റർ ഒഴിച്ച് ടാപ്പ് ചെയ്ത് നന്നായിട്ട് സ്ക്യൂർ വെച്ചൊന്ന് ഇളക്കി ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ഓവൻ സെറ്റപ്പ് ആദ്യം കത്തിച്ച് വെച്ചതാണ്. ഗ്യാസ് അടുപ്പ് നമ്മൾ അവസാനം മാത്രം ഓഫാക്കിയാൽ മതി. അപ്പം അതും ആയിട്ടുണ്ട്. ഒരു 15 മിനിറ്റൊക്കെ ആയപ്പോൾ തന്നെ കേക്ക് ആയിട്ടുണ്ട്. കുറച്ച് ഡാർക്ക് കളർ വരുന്നുണ്ടെങ്കിൽ തീ കുറച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ആ തീയുടെ ഇൻറ്റൻസിറ്റി കൂടുമ്പം പെട്ടെന്ന് അടിഭാഗം അങ്ങ് കരിഞ്ഞു പോകും. ഇതങ്ങനെയൊന്നും ആയിട്ടില്ല. നമുക്കിതിങ്ങനെ എടുക്കാം, തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി കേക്കൊക്കെ നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് സിറപ്പ് ഒന്ന് റെഡിയാക്കണം. ഒരു പാനിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്കൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിൽ നമുക്ക് മിൽക്ക് മിക്സ് കൊണ്ട് സോക്ക് ചെയ്യാം കേട്ടോ. മിൽക്കും വിപ്പിംഗ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഉള്ളൊരു മിക്സ് ഇല്ലേ, അത് വെച്ചിട്ട് വേണമെങ്കിൽ സോക്ക് ചെയ്യാം. പക്ഷേ നമ്മുടെ കളറുള്ള ഒരു കേക്കല്ലേ, അപ്പോൾ അതിൽ ആ ഒരു വൈറ്റും കൂടെ വരുമ്പോഴത്തേക്കും കളറിന് ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഷുഗർ സിറപ്പ് വെച്ച് സോക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതും ഒന്ന് നന്നായിട്ട് തണുത്ത് വരട്ടെ. നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് അടിച്ചെടുക്കാം. 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുക്കുന്നത്. ഈ വിപ്പിംഗ് ക്രീം നമുക്ക് ബീറ്റർ വെച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കാം, ഇല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് അടിച്ചെടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ബീറ്റർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഒരുപാട് വീഡിയോയിൽ വിസ്ക് വെച്ച് അടിക്കുന്നതും മിക്സിയിൽ അടിക്കുന്നതും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ ചിക്കൂസ്റ്റൈൻ്റെ പഴയ കേക്ക് വീഡിയോസൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. തിക്കായി വന്നതിന് ശേഷം ഇത് നമുക്ക് 3 ഡിവൈഡ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് 3 നമുക്ക് കളർ ചേർത്ത് കൊടുക്കാം. ഒരു 4 ഡ്രോപ്പ് പിസ്താഷ്യോൻ്റെ മിൽക്ക് മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ നമ്മൾ കളർ ചേർക്കണമെന്നില്ല, കാരണം നമ്മൾ ഉണ്ടാക്കിയ കേക്കിൻ്റെ ലൈറ്റർ കളറാണ് നമ്മൾ ക്രീമിന് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു 6 ഡിഫറെൻറ്റ് കളറിലിരിക്കും. കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇപ്പം മിക്സ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി അങ്ങ് കളറില്ല കേട്ടോ, ചെറിയൊരു ലൈറ്റ് കളറില്ലോ, അത് മതിയെങ്കിൽ അത് മതി. പക്ഷേ ഞാൻ 1 ഡ്രോപ്പ് ജെൽ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ കളർ ഗ്രീൻ കളർ എൻ്റെ കയ്യിലുള്ള നല്ല ഗ്രീൻ അല്ല, ലീഫി ഗ്രീനാണ് ഏറ്റവും നല്ലത് കേട്ടോ. 1 ഡ്രോപ്പ് മാത്രം മതി. അതൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് മതി. ഇനി അടുത്തതിലേക്ക് നമ്മൾ ബദാമിൻ്റെ മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3 ഡ്രോപ്പ് മാത്രം ഒഴിക്കുന്നുള്ളേ. അതിലേക്ക് ലെമൺ യെല്ലോൻ്റെ കളറ് ഒരു 1 ഡ്രോപ്പ് മാത്രം ഒഴിച്ചു കൊടുക്കാം. ലൈറ്റ് കളറേ കിട്ടുള്ളൂ. അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ച് ഒന്ന് മിക്സ് ചെയ്താൽ മതി. വിസ്ക് ആണെങ്കിൽ വിസ്ക് വെച്ച് ഇളക്കിയാലും മതി. ഇപ്പോൾ ലൈറ്റ് ആയിട്ടുള്ളൊരു യെല്ലോ കളർ വന്നിട്ടുണ്ട്. അടുത്തത് സ്ട്രോബെറിയുടെ 3-4 ഡ്രോപ്പ് മാത്രം ഒഴിച്ചു കൊടുക്കാം. ഒന്നും കൂടി പോകരുത് കേട്ടോ. കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവറേ അങ്ങ് മാറിപ്പോകും. വല്ലാത്തൊരു കുത്തുന്ന ടേസ്റ്റായി പോകും. 4 ഡ്രോപ്പ് വരെ ഓക്കെയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്തിട്ട് സ്ട്രോബെറിയുടെ ഒരു ഫ്ലേവർ കുറച്ചും കൂടെ വേണം എന്ന് ആഗ്രഹമുള്ളവർക്ക് 1 ഡ്രോപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിന് കളർ ചേർക്കുന്നില്ല കേട്ടോ, കാരണം ഇതിന് നല്ല അത്യാവശ്യം കളറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മതി. ഇനി നമുക്ക് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ബാക്കിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കിയ ബദാം മിക്സ് ഒഴിച്ചുണ്ടാക്കിയ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. ബട്ടർ പേപ്പർ അങ്ങ് മാറ്റിയിട്ടുണ്ട്. നല്ല കളറുണ്ട് കേട്ടോ. ഇപ്പോൾ 3 കളറും നല്ല കളർ തന്നെയാണ്. പക്ഷേ ആദ്യത്തെ ഗ്രീനിന് കുറച്ചൊരു ബ്രൗൺ ആയി പോയിട്ടുണ്ട് അടിഭാഗം. അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെത്തി കൊടുക്കാം. കത്തി വെച്ചങ്ങ് ചെത്തി കൊടുത്താൽ മതി. ഇത് നമുക്ക് സിറപ്പ് എല്ലാത്തിലും അങ്ങ് ഒഴിച്ചങ്ങ് സോക്ക് ചെയ്യാം. 1/4 ഭാഗത്തോളം സിറപ്പും ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് കേക്കിൻ്റെ ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം സ്ക്വയർ ട്രെയിലാണ് ചെയ്തതെന്ന് വെച്ചാൽ സ്ക്വയർ ട്രെയിൽ മാത്രമല്ല കേട്ടോ ചെയ്യാം, റൗണ്ട് ട്രെയിലും ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് ക്രീമാക്കിയിട്ട് ഫസ്റ്റ് ലെയർ ഗ്രീൻ കളറാണ് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് സിറപ്പ് കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുന്നുണ്ട്. ലീഫി ഗ്രീൻ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. സാരമില്ല, അതൊന്ന് എല്ലായിടത്തും അങ്ങ് ആക്കി കൊടുക്കുക. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുഴുവൻ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് കേക്കിൻ്റെ അതേ ഒരു തിക്നെസ്സിൽ തന്നെയാണ് നമ്മൾ ക്രീമാക്കി എടുക്കുന്നത്. അതാണ് കാണാൻ ഭംഗിയുണ്ടാവുക. കഴിക്കാനും അത് തന്നെയായിരിക്കും കേട്ടോ ടേസ്റ്റ്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിസ്താഷ്യോ ക്രഷ് ചെയ്തത് വേണേൽ ചേർക്കാം, കാഷ്യൂനട്ട് ക്രഷ് ചെയ്തത് വേണമെങ്കിൽ ചേർക്കാം. ഇവിടെ ചിക്കുവിന് ഈ 2 സംഭവങ്ങളും കേക്കിൽ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വൈറ്റ് ചോക്കോ ചിപ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സെയിൽ ചെയ്യാനാണെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചെയ്തെടുക്കാം. നമുക്ക് അടുത്ത ലെയർ യെല്ലോ കേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് സിറപ്പ് ഒന്നുകൂടെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സിറപ്പ് മുഴുവനായിട്ടും ഈ ഒരു കേക്കിൽ ഒഴിക്കണം. ഇനി നമുക്ക് യെല്ലോ ക്രീം ആക്കി കൊടുക്കാം. അതിൻ്റെ മുകളിലേക്കും വൈറ്റ് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ പിങ്ക് ലെയറാണ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള സിറപ്പ് മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി പിങ്ക് കളറിലുള്ള ക്രീം മുഴുവനായിട്ട് അങ്ങ് ആക്കി കൊടുക്കുകയാണ്.
മുകളിൽ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സൈഡിൽ സ്ക്രേപ്പർ വെച്ച് എല്ലാം ഒന്ന് സ്ക്രേപ്പ് ചെയ്തങ്ങ് എടുക്കുന്നേ ഉള്ളൂ. നമുക്ക് സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം, അപ്പോഴാണ് കാണാൻ ഭംഗി ഉണ്ടാവുക. കാരണം എല്ലാ കളറും ഇങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യണം നിർബന്ധമില്ല, മൊത്തത്തിൽ ഇങ്ങനെ കവർ ചെയ്തെടുക്കാം. സാധാരണ കേക്ക് പോലെ റൗണ്ട് കേക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുകയായിരിക്കും നല്ലത്. എല്ലാം ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് അവിടെ തന്നെ അങ്ങ് തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ കട്ട് ചെയ്യരുത്, ഒന്ന് ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം കുറച്ചൊന്ന് ഉറപ്പ് വരും, അപ്പോഴാണ് നമുക്ക് കട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കട്ട് ചെയ്താൽ ക്രീമൊക്കെ എല്ലായിടത്തോട്ടും സ്പ്രെഡായിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കണം. ഓവർനൈറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിതിപ്പം ഓവർനൈറ്റ് വെക്കുകയാണ്, നാളെ എടുത്ത് കട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ ഫ്രീസറിൽ സ്ഥലമില്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി കേട്ടോ, അപ്പോഴത്തേക്കും കുറച്ചൊന്ന് സെറ്റായി കിട്ടിക്കോളും. നമുക്കൊരു 100 ഗ്രാം വൈറ്റ് കോമ്പൗണ്ട് എടുക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിങ്ങനെ ഒഴിച്ച് നമുക്ക് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പോറിംഗ് കൺസിസ്റ്റൻസി ആയിരിക്കണം. കട്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വിപ്പിംഗ് ക്രീം ചൂടാക്കിയിട്ട് ഒഴിച്ചൊന്ന് മിക്സ് ആക്കിയാൽ മതി. ഇതുപോലൊരു പോറിംഗ് കൺസിസ്റ്റൻസി ആയിരുന്നാൽ മതി. അത് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്ത് കൊടുത്താൽ മതി, എല്ലായിടത്തും ഒന്ന് കവറായി കിട്ടാനായിട്ട്. ഡബിൾ ബോയിലിംഗ് ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചിക്കു സ്റ്റൈലിലെ പഴയ വീഡിയോസിലൊക്കെ ഒരുപാട് കേക്ക് വീഡിയോസിലൊക്കെ ഉണ്ട് കേട്ടോ, ഒന്ന് നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ നമുക്കിതിങ്ങനെ തന്നെ ഓവനിലേക്ക് വെച്ച് മൈക്രോവേവ് ചെയ്തെടുത്താൽ മതി. ഓരോ മിനിറ്റ് ഇടവിട്ടൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചിലപ്പം ഒരു ഭാഗമൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അടുപ്പത്ത് വെച്ചാലും മതി കേട്ടോ. ക്രീമൊക്കെ ഒഴിച്ചതുകൊണ്ട് കരിഞ്ഞു പിടിക്കുകയോ മെൽറ്റ് ആവാതിരിക്കുകയോ ഇല്ല. ഡയറക്റ്റ് അടുപ്പിൽ വെക്കാം. വളരെ കുറഞ്ഞ തീയിൽ വെച്ചൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിൻ്റെ മോൾ ഭാഗം നല്ലൊരു ഫിനിഷിങ്ങോട് കൂടി തന്നെ കിട്ടും. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു കസാട്ട കേക്കിൽ ഈ ഒരു ചോക്ലേറ്റ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. വൈറ്റ് ചോക്ലേറ്റും കൂടെ ഒരു നല്ലൊരു കോമ്പിനേഷനാണ്. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അതിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ അത് കുറച്ചൊന്ന് തിക്കായിട്ടുണ്ടാവും. കുറച്ചൊക്കെ സൈഡിലേക്കൊക്കെ ഒഴിച്ചിട്ടുണ്ട്, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. നമുക്കത് കട്ട് ചെയ്യാനുള്ളതാണല്ലോ. ബോർഡൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. എന്നിട്ട് ഇതൊന്നുകൂടെ ഒന്ന് ഫ്രീസറിലേക്കോ ഫ്രിഡ്ജിലേക്കോ വെച്ച് കൊടുക്കാം. ഇത് കുറച്ച് സമയം വെക്കുമ്പോൾ തന്നെ ആ ചോക്ലേറ്റ് ഒന്ന് സെറ്റായി കിട്ടും. ഇനി ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്കൊരു സെൽഫ് ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഭംഗിയാണ് കാണാനായിട്ട്, അതിന് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. വൈറ്റ് കോമ്പൗണ്ട് വെറുതെ ജസ്റ്റ് നന്നായിട്ട് ഒന്ന് ചൂടാക്കി ഒന്ന് മെൽറ്റാക്കി എടുത്തതാണ്. ഒരുപാട് വീഡിയോയിലൊക്കെ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. അത് ചൂടാക്കി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടോടുകൂടി കേക്കിൻ്റെ മുകളിൽ ഒഴിക്കരുത്, കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഒഴിച്ചാൽ മതി. തണുത്തിരിക്കുന്ന കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിക്കുമ്പോൾ അവിടെ അങ്ങ് നന്നായിട്ട് അങ്ങ് പറ്റിയിരുന്നോളും. ഇത് ജസ്റ്റ് ഒന്ന് ലൈനായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. വരയ്ക്കുന്ന സമയത്ത് ചിക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. വരച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഒരു സെൽഫ് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയില്ല, ഒരു കൂൾ ലുക്കാണ് കാണാനായിട്ട്. എന്തായാലും നമ്മുടെ കേക്ക് മൾട്ടി കളറാണ്, അപ്പോൾ ഇതിൻ്റെ മുകളിൽ സിമ്പിൾ ഡിസൈൻ ചെയ്ത് കൊടുത്തതാണ്. ഇനി നമുക്ക് സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. 6 കളറായിട്ട് ഇരിക്കുന്നുണ്ട്. എല്ലാ സൈഡും അതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം 1 കിലോ വരുന്ന ഒരു കേക്കാണ് കേട്ടോ. അതിൻ്റെ റേറ്റ് വരുന്നത് 900 to 1100 വരെയൊക്കെ വാങ്ങിക്കാം. അപ്പോൾ നമ്മളെ കുറച്ച് എഫേർട്ട് കൂടുതൽ ഇടുന്നുണ്ട്, അതുകൊണ്ടാണ് ആ ഒരു റേറ്റ് വാങ്ങുന്നത്. കാരണം വലിയൊരു കോസ്റ്റ് ഒന്നും വരുന്നില്ല. എല്ലാ ഭാഗവും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് സൈഡിലേക്ക് മാത്രം സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കാം. മൾട്ടി കളർ കസാട്ട കേക്കല്ലേ, പല കളറുള്ള കേക്ക് ആയതുകൊണ്ട് മൾട്ടി കളർ സ്പ്രിങ്കിൾസ് അറ്റത്ത് മാത്രം ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. നടുവിൽ ഒരു സെൽഫ് ഡിസൈൻ ഉള്ളതുകൊണ്ട് അതിനൊരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ നമ്മളിത് കട്ട് ചെയ്യുന്നതും സാധാരണ കേക്ക് കട്ട് ചെയ്യുന്ന പോലെയല്ല, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. എല്ലാം ഇട്ടിട്ടുണ്ട്, അടിപൊളി, നല്ല ഭംഗിയുണ്ട്. ഇനി അടിയിലായിട്ട് നമ്മുടെ വൈറ്റ് ചോക്കോ ചിപ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. കാണാനൊരു ഭംഗിയാണ്. കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യാമല്ലോ, നല്ല ടേസ്റ്റും ആയിരിക്കും കഴിക്കാൻ. ഒരുപാട് പേര് കസാട്ട കേക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിൽ ബിന്ദു കേസ് ഇപ്പോഴും ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. ഇപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോയിൽ പോലും കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ വെയിറ്റിംഗ് ആണ് കസാട്ട കേക്കിനെന്ന് പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഈ ഒരു കസാട്ട കേക്ക് ബിന്ദു കേസിന് ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. ഇത്രയും കാലക്ഷമയോടെ കാത്തിരുന്നതിന് നമുക്ക് കട്ട് ചെയ്യാം. നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് 2 സൈഡായിട്ട് കട്ട് ചെയ്യാണ്. അതിന് സെൻറ്ററിൽ കൂടെ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മൊത്തം 8 പീസ് കിട്ടിയിട്ടുണ്ട്. ഇത് 8 പീസ് എന്ന് പറഞ്ഞാൽ വലിയ പീസാണ് കേട്ടോ. അത് നീ ഓരോ പീസും 2 or 3 ആയിട്ടും കട്ട് ചെയ്തെടുക്കാം. ശരിക്കും ലെയർ കണ്ടോ, നല്ല ഭംഗിയുണ്ട്. എല്ലാ ലെയറും ക്രീമും അത്രയും കൂടെ ഇട്ടതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഒരേപോലെ തന്നെ ഉണ്ട്. പക്ഷേ ക്രീം അത്ര തന്നെ വേണം കേട്ടോ കസാട്ട കേക്കിന്, എപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമുക്ക് കഴിച്ചു നോക്കാം. കഴിക്കട്ടെ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു കേക്കാണ്. കസാട്ട ഐസ്ക്രീമൊക്കെ ശരി കഴിക്കുന്ന പോലെ തന്നെയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആ വൈറ്റ് ചോക്ലേറ്റ് കടിക്കാൻ കിട്ടുന്നത് അടിപൊളി ടേസ്റ്റ് കേട്ടോ. ശരിക്കും നല്ലൊരു കോമ്പിനേഷനാണ് ഈ വൈറ്റ് ചോക്ലേറ്റ്
പിന്നെ മുകളിൽ ഒഴിച്ചിട്ടുള്ള ആ ഒരു ചോക്ലേറ്റും. സൈഡ് കട്ട് ചെയ്ത് മാറ്റിയ പോർഷൻസ് നമുക്ക് കഴിക്കാം. അതിലും ആ ചോക്ലേറ്റിന്റെ ഫ്ലേവർ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റി തന്നെയായിരിക്കും. ആ 3 ഫ്ലേവറും കൂടെ നല്ല ബ്ലെൻഡായിട്ട് പോകുന്നുണ്ട്. ശരിക്കും വളരെ കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കിയ ഒരു കേക്കല്ലേ, പക്ഷെ അതൊന്നും പറയില്ല കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ആ ഒരു മിൽക്ക് മിക്സിന് തന്നെ ആകെ 30 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. അതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിൽക്ക് ഷേക്കൊക്കെ അടിച്ച് കുടിക്കുകയും ചെയ്യാം. ശരിക്കും ഒരിക്കലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.